ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ നാലാമത്തെ യൂണിറ്റായ വുഡ്ലാൻഡ് വിസ്പേഴ്സ് എന്ന യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ശകുന്തളം എന്ന ഭാഗമാണ്. ഇതൊരു ഡ്രാമയാണ്. നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കാദ്യം ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ് എന്നുള്ള ഭാഗം നോക്കാം. ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ്. ദ ക്ലിയർ ബ്ലൂ സ്കൈ. നല്ല തെളിഞ്ഞ നീലാകാശം. സ്പാർക്ലിംഗ് റിവേഴ്സ് ആൻഡ് ഫ്രാഗ്രന്റ് ഫ്ലവേഴ്സ് സ്പീക്ക് ടു അസ് ഓഫ് ദ ജോയ് ആൻഡ് സെറിനിറ്റി ഇൻ നേച്ചർ. നല്ല കത്തിജ്വലിക്കുന്ന പുഴകളും, സ്പാർക്ലിംഗ് എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന കത്തിജ്വലിക്കുന്ന പുഴകളും, ആൻഡ് ഫ്രാഗ്രന്റ് ഫ്ലവേഴ്സ് നല്ല മണമുള്ള സുഗന്ധമുള്ള പൂക്കളും, സ്പീക്ക് ടു അസ് നമ്മളോട് സംസാരിക്കുന്നു, ഓഫ് ദ ജോയ് ആൻഡ് സെറിനിറ്റി ഇൻ നേച്ചർ പ്രകൃതിയുടെ ശാന്തതയും അതിൻ്റെ ജോയ് അതിൻ്റെ സന്തോഷമൊക്കെ നമ്മളോട് സംസാരിക്കുന്നു. ഷുഡൻറ്റ് വി ലീവ് ഇൻ ഹാർമോണി വിത്ത് മദർ നേച്ചർ. നമ്മുടെ അമ്മ പ്രകൃതിയുമായിട്ട് നമ്മൾ നല്ല ഐക്യത്തിൽ ജീവിക്കേണ്ടതില്ലേ? ഇഫ് അവർ ബോണ്ട് വിത്ത് നേച്ചർ ബ്രേക്സ്, നമ്മുടെ പ്രകൃതിയുമായിട്ടുള്ള നമ്മുടെ ബോണ്ട്, നമ്മുടെ ബന്ധം ബ്രേക്ക് ചെയ്തു പോവുകയാണെങ്കിൽ അഥവാ നിന്ന് പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ഡിസാസ്റ്റർ. അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഒരു ദുരന്തമായിരിക്കും. വാട്ട് വാസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് അവർ ആൻസെസ്റ്റേഴ്സ് ടു നേച്ചർ. നമ്മുടെ പൂർവികർക്ക്, ആൻസെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികർക്ക് പ്രകൃതിയുമായിട്ടുള്ള മനോഭാവം എന്തായിരുന്നു? ഡിഡിൻ ദേ ട്രൈ ടു കോ എക്സിസ്റ്റ് വിത്ത് നേച്ചർ. അവർ നമ്മുടെ പ്രകൃതിയുമായിട്ട് സഹജീവിച്ചു പോകാൻ ട്രൈ ചെയ്തിരുന്നില്ലേ? ഹിയർ ഈസ് എൻ എക്സെപ്റ്റ് ഫ്രം ദ പ്ലേ ശകുന്തളം ബൈ കാളിദാസ. ഇവിടെ കാളിദാസയുടെ ശകുന്തളം എന്ന് പറയുന്ന ആ ഒരു ഡ്രാമ അഥവാ നാടകത്തിൽ നിന്നുള്ളൊരു ഭാഗം കൊടുക്കുന്നു. ലെറ്റ്സ് എക്സാമിൻ ഹൗ അവർ ആൻസെസ്റ്റേഴ്സ് ലീവ്ഡ് അറ്റ് ദാറ്റ് ടൈം. നമുക്ക് പരിശോധിക്കാം നമ്മുടെ പൂർവികർ ആ സമയത്ത് എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, നൗ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ശകുന്തളം ബൈ കാളിദാസ, ആക്ട് 1 ദ ഹണ്ട്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ദ ഹണ്ട് എന്ന് പറയുന്ന ഭാഗമാണ്. ഡ്രാമറ്റിസ് പേഴ്സണെ, ഇതിലെ മുഖ്യ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് കിങ് ദുഷ്യന്ത, ദുഷ്യന്ത രാജാവ്, ചാരിറ്റിയർ അഥവാ തേരാളി, ശകുന്തള ഫോസ്റ്റർ ചൈൽഡ് ഓഫ് സേജ് ക്യാൻവ അഥവാ ക്യാൻവ മഹർഷിയുടെ വളർത്തുപുത്രിയായിട്ടുള്ള ശകുന്തള, അനസൂയ പ്രിയംവദ അഥവാ ശകുന്തള ദേവിയുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള അനസൂയ, പ്രിയംവദ, ഇവരാണ് ഈ ഭാഗത്തെ മുഖ്യ കഥാപാത്രങ്ങൾ. ദുഷ്യന്ത ആൻഡ് ദ ഡിയർ. ദുഷ്യന്ത രാജാവും മാനും. എൻറ്റർ ഇൻ എ ചാരിയോട്ട് പേഴ്സിങ് എ ഡിയർ. കിങ് ദുഷ്യന്ത ബൗ ആൻഡ് ആരോ ഇൻ ഹാൻഡ് ആൻഡ് ദ ചാരിറ്റിയർ. അപ്പോൾ ദുഷ്യന്ത രാജാവ് നമ്മുടെ നാടകത്തിലേക്ക് കടന്നു വരുന്നത് ഇൻ എ ചാരിറ്റ്, ഒരു രഥത്തിലാണ്. പേഴ്സിങ് എ ഡിയർ, അദ്ദേഹം ഒരു മാനിനെ വേട്ടയാടിക്കൊണ്ട് പിന്തുടർന്നുകൊണ്ടാണ് രംഗപ്രവേശനം നടത്തുന്നത്. ബൗ ആൻഡ് ആരോ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തുണ്ട്? ബൗ ആൻഡ് ആരോ, ഒരു വില്ലും. ബൗ എന്ന് പറഞ്ഞാൽ വില്ല്, ആൻഡ് ആരോ അമ്പുമുണ്ട്. ഇൻ ഹാൻഡ്, അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ആൻഡ് ദ ചാരിറ്റർ, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു തേരാളിയുമുണ്ട്. ചാരിറ്റർ നമ്മൾ പറഞ്ഞതാണ് തേരാളി. ഓക്കെ, അപ്പോൾ ഡ്രാമയിൽ ഇങ്ങനെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങൾ അവരുടെ അവസ്ഥയാണ് കാണിക്കുന്നത്. ഓക്കെ, ചാരിറ്റിയർ ലുക്കിംഗ് അറ്റ് ദ കിങ് ആൻഡ് ദ ഡിയർ. അപ്പോൾ നമ്മുടെ ഈ തേരാളി കിങ്ങിനെയും അതേപോലെ തന്നെ മാനിനെയും നോക്കിക്കൊണ്ട് പറയുകയാണ്, യുവർ മജസ്റ്റി, ഐ സീ യു ഹണ്ട് ദ സ്പോട്ടഡ് ഡിയർ വിത്ത് ഷാഫ്റ്റ്സ് ടു എൻഡ് ഹിസ് റേസ്. യുവർ മജസ്റ്റി, ഓ അങ്ങുന്നേ, ഐ സീ യു ഹണ്ട് ദ സ്പോട്ടഡ് ഡിയർ വിത്ത് ഷാഫ്റ്റ്സ് ടു എൻഡ് ഹിസ് റൈസ്. നമ്മളിവിടെ സ്പോട്ട് തിരിക്കുന്ന മാന് അതെന്താവാൻ പോവാണ്? അതിൻ്റെ ചാട്ടം, അതിൻ്റെ ഓട്ടം ഇവിടെ നിൽക്കാൻ പോവുകയാണ് എന്ന് ദുഷ്യന്ത രാജാവിനോട് പറയുകയാണ്. അപ്പോൾ കിങ് പറയുകയാണ്, ചാരിറ്റിയർ, ദ ഡിയർ ഹാസ് ലെറ്റ് us a long chase. ഈ മാന് നമ്മളെ ഒരുപാട് ദൂരം മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്, അഥവാ നമ്മൾ ഒരുപാട് നേരമായിട്ട് ഇതിനെ ചേസ് ചെയ്യുകയാണ്. ആൻഡ് ഈവൻ നൗ ഹിസ് നെക്ക് ഇൻ ബ്യൂട്ടി ബെൻസ് as backward looks. He sends at my pursuing car that threatens death from far. എന്നിട്ട് അതിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് അതിങ്ങനെ വളച്ചോട്ട് പിറകിലോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് അത് പോകുന്നത്, അഥവാ രാജാവിൻ്റെ രഥത്തെ നോക്കിക്കൊണ്ട് പേടിച്ചിട്ടാണ് അത് മുന്നോട്ട് ഓടുന്നത്. അറ്റ് മൈ പേഴ്സ്യൂയിങ് കാർ, എൻ്റെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന ഈ രഥത്തെ നോക്കിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ് ത്രെറ്റൻസ് ഡെത്ത് ഫ്രം ഫാർ, അതിന് ഭയങ്കരമായിട്ട് പേടിയുണ്ട്, അതിൻ്റെ മുമ്പിലുള്ള മരണത്തെ ആലോചിച്ചുകൊണ്ട് അത് പേടിച്ചിട്ട് ആ വധഭീഷണിയിലാണ് ആ മാന് മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഫിയർ ഷ്രിങ്സ് ടു ഹാഫ് ദ ബോഡി സ്മാൾ. ആ മാനിൻ്റെ പേടി അതിൻ്റെ പകുതി ബോഡീനെ ഇങ്ങനെ ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷ്രിങ്സ് എന്ന് പറഞ്ഞാൽ ചുരുക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബോഡീനെ ആ മാന് പേടി കൊണ്ട് ഇങ്ങനെ ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സീ ഹൗ ഹീ ഫിയേഴ്സ് ദ ആരോസ് ഫാൾ. നോക്കൂ, അത് എത്രത്തോളം പേടിക്കുന്നുണ്ട്. എൻ്റെ ഈ അമ്പിങ്ങനെ നെയ്യാണ് അല്ലേ, അമ്പിങ്ങനെ നെയ്യുന്ന സമയത്ത് അതിനെത്രത്തോളം പേടിയുണ്ട് എന്നുള്ളത് നോക്കൂ എന്നാണ് പറയുന്നത്. The path he takes is strewed with blades of grass half chewed.
ദ പാത്ത് ഹി ടേക്സ് അഥവാ ഈ മാൻ ഓടിക്കൊണ്ടിരിക്കുന്ന വഴി ഇസ്ട്രിയൂഡ് അത് വിതറപ്പെട്ടിട്ടുണ്ട് വിത്ത് ബ്ലേഡ്സ് ഓഫ് ഗ്രാസ് ഹാഫ് ച്യൂഡ് എന്ന് പറഞ്ഞാൽ ചവച്ചരക്കപ്പെട്ടിട്ടുള്ള അഥവാ പകുതി ചവച്ചരച്ച ഗ്രാസ് പുല്ലുകൊണ്ട് അത് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയൊക്കെ എന്തായിട്ടുണ്ട് വിതറപ്പെട്ടിട്ടുണ്ട് അഥവാ അത് പകുതി ചവച്ചരച്ചുള്ള ഗ്രാസ് ആ പുല്ലൊക്കെ അവിടെ തുപ്പിയിട്ടാണ് അത് പോകുന്നത്. ഹി ലീവ്സ് സോ ഓഫ്റ്റൻ ആൻഡ് സോ ഹൈ ആ മാന് ഇടയ്ക്കിടെയായിട്ട് ഓഫ്റ്റൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴായിട്ടും ലീവ്സ് അത് കുതിച്ച് ചാടുന്നുണ്ട് ആൻഡ് സോ ഹൈ അത് വളരെ ഹൈ ആയിട്ട് ഉയർന്ന രീതിയിലാണ് ചാടുന്നത്. ഹി ഡസ് നോട്ട് സീം ടു റൺ അത് ഓടുകയാണെന്ന് തോന്നുന്നില്ല ബട്ട് ഫ്ലൈ അത് പറക്കുകയാണെന്നാണ് തോന്നുന്നത്. പെർസീവ് അസ് ഐ മേ ഞാൻ എനിക്ക് കഴിയുന്ന അത്രയും ഞാനതിനെ പിന്തുടർന്നാലും ഐ ക്യാൻ ഹാർഡ്ലി കീപ് ഹിം ഇൻ സൈറ്റ് അതിനെ എൻ്റെ കാഴ്ചയിൽ പോലും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ചാരിറ്റിയർ അപ്പോൾ നമ്മുടെ തേരാളി പറയുകയാണ് യുവർ മജസ്റ്റി ഓ തിരുരാജാവേ തിരുമനസ്സേ ഐ ഹാവ് ബീൻ ഹോൾഡിങ് ദ ഹോഴ്സസ് ബാക്ക് ബിക്കോസ് ദ ഗ്രൗണ്ട് വാസ് റഫ് ഞാൻ ഈ കുതിരകളെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹോൾഡ് ചെയ്തുകൊണ്ടിട്ടാണ് ഈ കുതിരകൾ ഇത്രയും നേരം ഓടിച്ചുകൊണ്ടിരുന്നത്. കാരണം ദ ഗ്രൗണ്ട് വാസ് റഫ് നമ്മുടെ ഈ ഒരു റോഡ് വളരെ റഫായിരുന്നു അഥവാ കുണ്ടും കുഴിയും നിറഞ്ഞതായതുകൊണ്ട് തന്നെ കുതിരകളെ എളുപ്പത്തിൽ ഓടിക്കാൻ പ്രയാസമായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിനെ ഹോൾഡ് ചെയ്തിട്ടാണ് ഓടിച്ചത്. ദിസ് ഗേവ് ദ ഡിയർ എ ലീഡ് അതുകൊണ്ടാണ് ആ മാനിനെ നമ്മളെ വെട്ടിച്ച് ഇത്രയും ദൂരം പോകാനായിട്ട് പറ്റിയത്. നൗ വി ആർ ഓൺ ലെവൽ ഗ്രൗണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ ഏകദേശം ലെവൽ ഗ്രൗണ്ടിലാണുള്ളത്. ആൻഡ് യു വിൽ ഈസിലി ഓവർടേക്ക് ഹിം ഇപ്പോൾ രാജാവിന് ഈ മാനിനെ ഈസി ആയിട്ട് പിടികൂടാനായിട്ട് പറ്റും എന്ന് ചാരിറ്റർ പറയുകയാണ്. ദ വാണിംഗ് അപ്പോൾ ഒന്നാമത്തെ സീൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത ഭാഗമാണ് ദ വാണിംഗ് എന്നുള്ള ഭാഗം. എ വോയിസ് ബിഹൈൻഡ് ദ സീൻസ് അപ്പോൾ സ്റ്റേജിന് പിറകിലായിട്ട് അഥവാ സീനിന് പിറകിലായിട്ട് ഒരു വോയിസ് കേൾക്കുകയാണ്. ഓ കിങ് ഓ രാജാവേ ദിസ് ഡിയർ ബിലോങ്സ് ടു ദ ഹെർമിറ്റേജ് ആൻഡ് മസ്റ്റ് നോട്ട് ബി കിൽഡ് ഓ രാജാവേ ഈ മാൻ എന്ന് പറയുന്നത് ഇവിടെ അടുത്തുള്ള ഒരു ആശ്രമത്തിലത്തെയാണ് ആൻഡ് മസ്റ്റ് നോട്ട് ബി കിൽഡ് അതിനൊരിക്കലും കൊല്ലാൻ പാടില്ല. ചാരിറ്റിയർ അപ്പോൾ നമ്മുടെ തേരാളി ലിസണിങ് അത് കേട്ടുകൊണ്ട് പറയുകയാണ് യുവർ മെജസ്റ്റി ഓ മഹാരാജാവേ ഹിയർ ആർ ടു ഹെർമിറ്റ്സ് ഇവിടെ 2 സന്യാസിമാർ മുനിമാരുണ്ട് ഹു ഹാവ് കം ടു സേവ് ദ ഡിയർ ജസ്റ്റ് വെൻ യുവർ ആരോ വാസ് എബൌട്ട് ടു ഫാൾ അവരെന്തിനാണ് വന്നിരിക്കുന്നത് ഇത് ഈ മാനിനെ രക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. നിങ്ങളുടെ അമ്പ് അവരെ എറിഞ്ഞു വീഴ്ത്തുന്നതിന് മുമ്പ് ആ മാനിനെ എറിഞ്ഞു വീഴ്ത്തുന്നതിന് മുന്നേ ആ മാനിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് 2 മുനിമാർ വന്നിട്ടുണ്ട്. കിങ് ഹാസ്ലി അപ്പോൾ നമ്മുടെ രാജാവ് ധൃതിയോടെ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ദ ചാരിയറ്റ് ഈ രഥം നിർത്തൂ. അപ്പോൾ ചാരിയറ്റിയർ യെസ് യുവർ മജസ്റ്റി ഓ മഹാരാജാവേ അങ്ങനെ തന്നെ ആവട്ടെ എന്നുള്ള രീതിയിൽ യെസ് എന്ന് പറയുകയാണ്. ഹി ഡസ് സോ അപ്പോൾ രഥം അങ്ങനെ നിർത്തുകയാണ്. എൻറ്റർ എ ഹെർമിറ്റ് അപ്പോൾ ഒരു സന്യാസി ഒരു മുനി കടന്നു വരുന്നു വിത്ത് ഹിസ് പീപ്പിൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനുമായിട്ട്. ഹെർമിറ്റ് അപ്പോൾ ഈ മുനി ലിഫ്റ്റിംഗ് ഹിസ് ഹാൻഡ് അദ്ദേഹത്തിൻ്റെ കൈ മുകളിലോട്ട് ഉയർത്തിയിട്ട് പറയുകയാണ് ഓ കിങ് ഓ രാജാവേ ദിസ് ഡിയർ ബിലോങ്സ് ടു ദ ഹെർമിറ്റേജ് ഇത് ആശ്രമത്തിലെ ഡിയർ ആണ് മാനാണ്. വൈ ഷുഡ് ഹസ് ടെൻഡർ ഫോം എക്സ്പയർ അസ് ബ്ലോസംസ് പെരിഷ് ഇൻ ദി ഫയർ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ഇളം രൂപത്തെ എക്സ്പയർ നശിപ്പിക്കാൻ പറ്റുന്നത്. അസ് ബ്ലോസംസ് പെരിഷ് ഇൻ ദി ഫയർ ബ്ലോസംസ് എന്ന് പറഞ്ഞാൽ പൂക്കൾ പെരിഷ് അത് നശിക്കുക ഇൻ ദ ഫയർ അഥവാ പൂക്കൾ ഈ തീയിൽ കത്തി അമർന്നത് പോലെ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഇളം അഥവാ യങ് ആയിട്ടുള്ള ആ മാനിനെ കൊല്ലാൻ സാധിക്കുക. ഹൗ കുഡ് ദാറ്റ് ജെൻറ്റിൽ ലൈഫ് എൻജോയ് നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ജെൻറ്റിൽ ലൈഫ് അതിൻ്റെ ഇളം ലൈഫിന് അഥവാ അതിൻ്റെ ആ ഒരു ചെറുപ്രായത്തെ എങ്ങനെ നിങ്ങൾക്ക് നശിപ്പിക്കാൻ സാധിക്കുന്നു. ദ ഡെഡ്ലി ആരോ ഷാർപ്പ് ആൻഡ് ഷുവർ നിങ്ങളുടെ ഷാർപ്പായിട്ടുള്ള മൂർച്ചയേറിയിട്ടുള്ള ആരോ ഉപയോഗിച്ച് നിങ്ങൾക്ക് അതിനെങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിക്കുകയാണ്. റീസ്റ്റോർ യുവർ ആരോ ടു ദ ക്യുവർ നിങ്ങളുടെ ആരോ നിങ്ങളുടെ അമ്പുകളെ നിങ്ങൾ എന്ത് ചെയ്യുക അതുള്ള സ്ഥലത്ത് അഥവാ അത് കളക്ട് ചെയ്ത് വെക്കുന്ന ആ ഭാഗത്തേക്ക് തന്നെ റീസ്റ്റോർ ചെയ്യൂ. ടു യുവർ വോ വെപ്പൺസ് ലെൻഡ് ദ ബ്രോക്കൺ ഹേർട്ട് ടു ഡെലിവർ നോട്ട് സ്ട്രൈക്ക് ദി ഇന്നസെൻറ്റ് നിങ്ങൾക്ക് വെപ്പൺസ് നൽകിയിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ചാൽ ദ ബ്രോക്കൺ ഹേർട്ട് ടു ഡെലിവർ അഥവാ നിരാശരായിട്ടുള്ള ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നോട്ട് സ്ട്രൈക്ക് ദ ഇന്നസെൻ്റ് ആയിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള ആളുകളെ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഉപദ്രവിക്കാൻ. അപ്പോൾ കിങ് പറയുകയാണ് ബോയിങ്ങിലോ അദ്ദേഹം അത് അനുസരിക്കുന്ന രീതിയിൽ താഴ്മയിൽ പറയുകയാണ് ഇറ്റ്സ് ഡൺ അങ്ങനെ തന്നെ ചെയ്യാം. ഹി ഡസ് അപ്പോൾ രാജാവ് അങ്ങനെ തന്നെ ചെയ്യുകയാണ്. ഹെർമിറ്റ് ജോയ്ഫുള്ളി അപ്പോൾ മുനിക്ക് വളരെ സന്തോഷമാവുകയും അദ്ദേഹം ജോയ്ഫുള്ളി സന്തോഷത്തോടു കൂടെ പറയുകയാണ് എ ഡീഡ് വർത്തി ഓഫ് യു നല്ലൊരു പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തത്. എ ഷൈനിങ് എക്സാമ്പിൾ ഓഫ് കിങ്സ് നല്ല രാജാക്കന്മാർക്കുള്ള ഒരു ഉദാഹരണമാണ് നിങ്ങൾ എന്നുള്ള രീതിയിൽ പറയുകയാണ്. കിങ് ബോയിങ് ലോ അപ്പോൾ അദ്ദേഹം രാജാവ് ഇങ്ങനെ താഴ്മയിൽ തന്നെ പറയുകയാണ് ഐ ആം താങ്ക്ഫുൾ ഫോർ യുവർ ബ്ലെസ്സിങ് നിങ്ങളുടെ ബ്ലെസ്സിങ്ങിന് താങ്ക് യു എന്ന് രാജാവ് പറയുകയാണ്. ദ 2 ഹെർമിറ്റ്സ് അപ്പോൾ
രണ്ട് ഹെർമിറ്റ്സ് പറയുകയാണ്, മുനിമാർ പറയുകയാണ്, ഓ കിങ്, ഓ രാജാവേ, വി ആർ ഓൺ അവർ വേ ടു ഗെദർ ഫയർവുഡ്. ഞങ്ങൾ ഫയർവുഡ് വിറക് ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചതായിരുന്നു. ഹിയർ ഓൺ ദ ബാങ്ക് ഓഫ് മാലിനി, ഇവിടെ ഞങ്ങൾ മാലിനിയുടെ തീരത്ത്. യു മേ സീ ദ ഹെർമിറ്റേജ് ഓഫ് ഫാദർ കാൻവ, നിങ്ങൾ കാൻവ മഹർഷിയുടെ ഹെർമിറ്റേജ് ആശ്രമം കാണാൻ സാധിക്കും. ഓവർ വിച്ച് ശകുന്തള പ്രിസൈഡ്സ് ആസ് എ ഗാർഡിയൻ, അവിടെയാണ് ശകുന്തള ദേവി ഞങ്ങളുടെ ഗാർഡിയനായിട്ട് നിൽക്കുന്നത്, താമസിക്കുന്നത്. പ്രേ എൻറ്റർ ഹിയർ ആൻഡ് റിസീവ് എ വെൽക്കം, നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു വെൽക്കം ഒക്കെ റിസീവ് ചെയ്തോളൂ എന്ന് രണ്ട് മഹർഷിമാർ അവരുടെ അടുത്ത് പറയുകയാണ്. കിങ്, അപ്പോൾ രാജാവ് പറയുകയാണ്, ഈസ് ദ ഹെർമിറ്റ് ഫാദർ ദർ, അവിടെ മുനി ഉണ്ടോ, അവിടെ കാൻവ മുനി ഉണ്ടോ? ദ ടു ഹെർമിറ്റ്സ്, അപ്പോൾ മറ്റ് ആ രണ്ട് മുനിമാർ പറയുകയാണ്, നോ, ഇല്ല. ഹി ഹാസ് ലെഫ്റ്റ് ഹിസ് ഡോട്ടർ ടു വെൽക്കം ഗസ്റ്റ് ആൻഡ് ഹാസ് ജസ്റ്റ് ഗോൺ ടു സോമ തീർത്ഥ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് മുനിമാർ പറയുകയാണ്, അവിടെ അദ്ദേഹം ഇല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ വളർത്തുമകളായിട്ടുള്ള ശകുന്തള ഉണ്ട്, അവരാണ് ഗസ്റ്റിനെയൊക്കെ വെൽക്കം ചെയ്യുന്നത്. അദ്ദേഹം എവിടെ പോയിട്ടുള്ളതാണ്? സോമതീർത്ഥ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിട്ടുള്ളതാണ്. അപ്പോൾ ഒക്കെ നമ്മുടെ ശകുന്തള ദേവിയാണ് ആളുകളെ വെൽക്കം ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അവർ പറയുകയാണ്. കിങ്, അപ്പോൾ നമ്മുടെ രാജാവ് പറയുകയാണ്, വെൽ, ഐ വിൽ സീ ഹർ, ഞാൻ അവളെ കണ്ടോളാം. ഷീ ഷാൾ സീ മൈ ഡിവോഷൻ, അവരെൻ്റെ ഡിവോഷൻ ഭക്തി കാണും. ആൻഡ് റിപ്പോർട്ട് ഇറ്റ് ടു ദ സേജ്, എന്നിട്ട് അത് ആ മുനിയോട് പറയും എന്ന് രാജാവ് പറയുകയാണ്. ദ ടു ഹെർമിറ്റ്സ്, അപ്പോൾ രണ്ട് മുനിമാർ പറയുകയാണ്, ദെൻ വി വിൽ ഗോൺ അവർ വേ, എന്നാൽ ശരി, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പൊക്കോട്ടെ എന്ന് പറയുകയാണ്. കിങ്, അപ്പോൾ രാജാവ് പറയുകയാണ്, ചാരിറ്റിയർ, ഓ തേരാളിയെ, ഡ്രൈവ് ഓൺ, മുന്നോട്ട് പോകൂ, മുന്നോട്ട് തേര് നയിക്കൂ. എ സൈറ്റ് ഓഫ് ദ പയസ് ഹെർമിറ്റേജ് വിൽ പ്യൂരിഫൈ അസ്, നമ്മളുടെ പുണ്യമാക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു ആശ്രമത്തിൻ്റെ കാഴ്ച നമ്മളെന്താക്കും? ശുദ്ധീകരിക്കും, നമ്മളെ പ്യൂരിഫൈ ചെയ്യും. ചാരിറ്റിയർ, അപ്പോൾ തേരാളി, യെസ് യുവർ മജസ്റ്റി, ഓ ശരി രാജാവേ, അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറയുകയാണ്. കിങ് ലുക്കിംഗ് അബൌട്ട്, രാജാവ് ചുറ്റും നോക്കിക്കൊണ്ട് പറയാണ്, വൺ വുഡ് നോ വിത്തൗട്ട് ബീങ് ടോൾഡ് ദാറ്റ് ദിസ് ഈസ് ദ പ്രിസിൻറ്റ് ഓഫ് എ പയസ് ഗ്രോവ്, ഏതൊരാൾക്കും തന്നെ അയാളോട് പറയാതെ മനസ്സിലാക്കാൻ പറ്റും ദാറ്റ് ദിസ് ഈസ് ദ പ്രിസിൻറ്റ് ഓഫ് എ പയസ് ഗ്രോവ്. ഗ്രോവ് എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം, പയസ് പുണ്യമാക്കപ്പെട്ട, പ്രിസിൻറ്റ് എന്ന് പറഞ്ഞാൽ അതിർത്തി. അപ്പോൾ ഇതൊരു ആശ്രമത്തിൻ്റെ അതിർത്തിയാണെന്നുള്ളത് ഏതൊരാൾക്കും അയാളോട് പറയാതെ തന്നെ മനസ്സിലാകും. അപ്പോൾ ചാരിറ്റിയർ ചോദിക്കുകയാണ്, ഹൗ സോ, അതെങ്ങനെയാണ്? അപ്പോൾ കിങ്, ഡു യു നോട്ട് സീ വൈ, നിനക്ക് കാണാൻ പറ്റുന്നില്ല, എന്തുകൊണ്ടാണെന്നുള്ളത്? ഹിയർ ആർ റേസ് ഗ്രൈൻസ് ഡ്രോപ്ഡ് ഫ്രം ദ ബിൽസ് ഓഫ് പാരറ്റ് ചിക്സ്, ഇവിടെ തത്തമ്മ കുഞ്ഞിൻ്റെ ബിൽസ്, അവരുടെ കൊക്കിൽ നിന്നും ഡ്രോപ്പ് ആയിട്ടുള്ള, താഴോട്ട് വീണിട്ടുള്ള അരിമണികൾ ഇവിടെ കാണാൻ പറ്റും. ബിനീത്ത് ദ ട്രീസ്, ഇവിടെ മരങ്ങൾക്ക് താഴെ അത് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് പൗണ്ടിങ് സ്റ്റോൺസ് വർ സ്റ്റിക്സ് എ ലിറ്റിൽ ആമണ്ട് ഓയിൽ, അപ്പോൾ അതേപോലെ തന്നെ ഈ ഔഷധ സസ്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഇടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റോൺസും കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ആൽമണ്ട് ഓയിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു ആശ്രമത്തിൻ്റെ അതിർത്തിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല, ആൻഡ് ട്രസ്റ്റ്ഫുൾ ഡിയർ ദാറ്റ് ഡു നോട്ട് റൺ അവേ ആസ് വി ഡ്രോ നിയർ, നമ്മൾ അടുത്തെത്തിയിട്ട് പോലും ഇവിടെ അടുത്തുള്ള ഈ മാനുകളൊന്നും എന്ത് ചെയ്യുന്നില്ല, ഓടിപ്പോകുന്നില്ല, അവർ വിശ്വസ്തരായിട്ട് ഇവിടെ നിൽക്കുകയാണ്. ചാരിറ്റിയോ, ഇറ്റ്സ് ഓൾ ട്രൂ, അതെ ഇതൊക്കെ ശരിയാണ്. കിങ് ആഫ്റ്റർ എ വൈൽ, അപ്പോൾ രാജാവ് കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം പറയുകയാണ്, വി മസ്റ്റ് നോട്ട് ഡിസ്റ്റർബ് ദ ഹെർമിറ്റേജ്, നമ്മൾ ഒരിക്കലും ഈ ഹെർമിറ്റേജ്, ഈ ആശ്രമത്തെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. സ്റ്റോപ്പ് ഹിയർ വൈൽ ഐ ഡിസ്മൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറങ്ങുക. ഓക്കെ, ഇപ്പം ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഇവിടെ നിർത്തൂ എന്ന് അദ്ദേഹം പറയുകയാണ്. ഹി ഡിസ്മൗണ്ട്സ് ആൻഡ് ലുക്സ് അറ്റ് ഹിംസെൽഫ്, എന്നിട്ട് രാജാവ് ഇറങ്ങിയിട്ട് അദ്ദേഹത്തെ തന്നെ നോക്കുകയാണ്. വൺ ഷുഡ് വെയർ മോഡസ്റ്റ് ഗാർമെൻറ്റ്സ് ഓൺ എൻറ്ററിങ് എ ഹെർമിറ്റേജ്, എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഒരു ആശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മാന്യമായ വസ്ത്രം ധരിക്കണം. ടേക്ക് ദീസ് ജൂൾസ് ആൻഡ് ദ ബോ, ഈ വില്ലും എൻ്റെ ആഭരണങ്ങളും പിടിക്കൂ. ഹി ഗീവ്സ് ദം ടു ദ ചാരിറ്റിയർ, എന്നിട്ട് അദ്ദേഹം ഈ ആഭരണങ്ങളും അദ്ദേഹത്തിൻ്റെ ബോയും ചാരിറ്റിയർ നൽകുകയാണ്. ചാരിറ്റിയർ, യെസ് യുവർ മജസ്റ്റി, ശരി രാജാവേ, എക്സിറ്റ്, അദ്ദേഹം പുറത്തോട്ട് പോവാണ്. കിങ് വാക്കിംഗ് ആൻഡ് ലുക്കിംഗ് അബൌട്ട്, രാജാവ് നടന്നുകൊണ്ട് ചുറ്റും നോക്കിക്കൊണ്ട് നടക്കുകയാണ്. ദ ഹെർമിറ്റേജ്, വെൽ ഐൽ എൻറ്റർ, അപ്പോൾ ആശ്രമം, ഞാൻ അകത്തോട്ട് പ്രവേശിക്കാം എന്നുള്ള രീതിയിൽ പോവാണ്. ഓക്കെ, അപ്പോൾ അടുത്ത സീനാണ് ശകുന്തള ആൻഡ് ദ ജാസ്മിൻ വൈൻ, എ വോയിസ് ബിഹൈൻഡ് ദ സീൻസ്. അപ്പോൾ ഈ സീൻസിന് പിറകിൽ നിന്നുള്ള വോയിസ് കേൾക്കാണ്. ദിസ് വേ ഗേൾസ്, ഈ വഴിയിലൂടെ സുഹൃത്തുക്കളെ. കിങ് ലിസണിങ്, അപ്പോൾ രാജാവ് ഇങ്ങനെ അത് ശ്രദ്ധിച്ചുകൊണ്ട് പറയുകയാണ്, ഐ തിങ്ക് ഐ ഹിയർ സം വൺ ടു ദ റൈറ്റ് ഓഫ് ദ ഗ്രോവ്, എനിക്ക് തോന്നുന്നു ഈ ഗ്രോവിൻ്റെ, ഈ പൂന്തോട്ടത്തിൻ്റെ വലത് ഭാഗത്തായിട്ട് ആരൊക്കെയുണ്ട്, കാരണം ശബ്ദം അവിടെ നിന്നാണ് വരുന്നത്. ഹി വാക്സ് ആൻഡ് ലുക്സ് അബൌട്ട്, എന്നിട്ട് രാജാവ് ആ ദിശയിലേക്ക് നടന്നുകൊണ്ട് ചുറ്റും നോക്കുകയാണ്. ഹിയർ ആർ ഹെർമിറ്റ് ഗേൾസ്, ഇവിടെയുണ്ട്, ഈ ആശ്രമത്തിലെ ഗേൾസ് ഇവിടെയുണ്ട്.
വിത്ത് വാട്ടറിംഗ് പോട്ട്സ്. അവരുടെ കയ്യിൽ ചെടികൾക്ക് നനയ്ക്കുന്ന വാട്ടർ ചെയ്യുന്ന പോട്ട്സ് കലങ്ങളും ഉണ്ട്. ദേ ആർ കമ്മിങ് ഇൻ ദിസ് ഡിറക്ഷൻ ടു വാട്ടർ ദ യങ് ട്രീസ്. അപ്പോൾ പുതിയ പുതിയ ട്രീസിനൊക്കെ വാട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഈ ദിശയിലൂടെയാണ് നടന്നു വരുന്നത്. ഐ വിൽ ഡ്രോ ബാക്ക് ഇൻ ടു ദ ഷെയ്ഡ് ആൻഡ് വെയിറ്റ് ഫോർ ദം. ഞാൻ എന്ത് ചെയ്യാം, പിറകിലോട്ട് പോയിട്ട് ഷെയ്ഡ് അഥവാ തണലിൻ്റെ ഭാഗത്തോട്ട് മാറി നിന്നിട്ട് അവരെ വെയിറ്റ് ചെയ്യാം. ഹി സ്റ്റാൻഡ്സ് ഗേസിങ് അറ്റ് ദം. എന്നിട്ട് രാജാവ് അവരെ ഗെയ്സ് ചെയ്തുകൊണ്ട് അവരെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റർ ശകുന്തള ആൻഡ് ഹെർ 2 ഫ്രണ്ട്സ്. അപ്പോൾ അവിടേക്കാണ് ശകുന്തളയും അവരുടെ 2 ഫ്രണ്ട്സും വരുന്നത്. ഇപ്പോൾ സുഹൃത്തായ അനസൂയ പറയാണ്, ഇറ്റ് സീംസ് ടു മീ ഡിയർ ദാറ്റ് ഫാദർ കൻവ കെയർസ് മോർ ഫോർ ദ ഹെർമിറ്റേജ് ട്രീസ് ദാൻ ഹി ഡസ് ഫോർ യു. അപ്പോൾ അനസൂയ പറയാണ്, എനിക്ക് തോന്നുന്നു ഡിയർ, നമ്മുടെ ഈ കൻവ മഹർഷി എന്ത് ചെയ്യുന്നുണ്ട്, ഹെർമിറ്റേജിലെ ട്രീസിനാണ് നിന്നെക്കാൾ കൂടുതൽ ശ്രദ്ധ നൽകുന്നത്. അഥവാ നിന്നെ കെയർ ചെയ്യുന്നതിനെക്കാട്ടിൽ കൂടുതൽ മഹർഷി ഹെർമിറ്റേജിലെ ട്രീസിനാണ് കെയർ നൽകുന്നത്. യു ആർ ഡെലിക്കേറ്റ് ആസ് എ ജാസ്മിൻ ബ്ലോസം. നീ ഒരു മുല്ലപ്പൂ മൊട്ട് പോലെ അത്രയ്ക്ക് ഡെലിക്കേറ്റ് ആണ്, നീ അത്രയ്ക്ക് സോഫ്റ്റ് ആണ്. യെറ്റ് ഹി ടെൽസ് യു ടു ഫിൽ ദ ട്രെഞ്ചസ് അബൌട്ട് ദ ട്രീസ്. എന്നിട്ടും മഹർഷി നിന്നോട് എന്ത് ചെയ്യാൻ പറയുന്നു, ട്രീസിൻ്റെ താഴെയുള്ള ട്രെഞ്ചസ് അഥവാ തടം എന്നൊക്കെ പറയും, അതിന് വെള്ളം നിറയ്ക്കാനായിട്ട് പറയുന്നു. ശകുന്തള പറയാണ്, ഓ ഇറ്റ് ഇസ് ഇൻ ഫാദേഴ്സ് ബിഡിങ്. ഓ ഇത് തീർച്ചയായിട്ടും അച്ഛൻ്റെ അഥവാ മഹർഷിയുടെ ആജ്ഞയല്ല, ബിഡിങ് കൽപ്പനയല്ല. ഐ ഫീൽ ലൈക്ക് എ റിയൽ സിസ്റ്റർ ടു ദം. ഞാൻ ശരിക്കും ഈ ഇവറ്റകൾക്ക് അഥവാ ഈ ചെടികൾക്ക് ഞാനൊരു ശരിക്കും ഒരു സിസ്റ്ററെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഷീ വാട്ടേഴ്സ് ദ ട്രീസ്. എന്നിട്ട് അവളിങ്ങനെ ട്രീസിന് ഇങ്ങനെ വെള്ളം നനച്ചിട്ട് പറയുകയാണ്, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല, ഞാൻ ശരിക്കും എനിക്ക് അവരെ ഒരു സിസ്റ്റേഴ്സിനെ പോലെ ഞാൻ അങ്ങനെയാണ് കെയർ ചെയ്യുന്നത് എന്നാണ് ശകുന്തള പറയുന്നത്. പ്രിയംവദ. അപ്പോൾ പ്രിയംവദ മറ്റൊരു സുഹൃത്തായ പ്രിയംവദ പറയാണ്, ശകുന്തള വി ഹാവ് വാട്ടേർഡ് ദ ട്രീസ് ദാറ്റ് ബ്ലോസം ഇൻ ദ സമ്മർ ടൈം. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വി ഹാവ് വാട്ടേർഡ്, നമ്മൾ വെള്ളം നനച്ചിട്ടുണ്ട്, ദ ട്രീസ് മരങ്ങൾക്ക്, ദാറ്റ് ബ്ലോസം ഇൻ ദ സമ്മർ ടൈമിൽ അഥവാ വേനൽക്കാലത്ത് വിരിഞ്ഞ പൂക്കൾക്കൊക്കെ നമ്മൾ വെള്ളം നനച്ചു. നൗ ലെറ്റ് സ്പ്രിങ്കിൾ ദോസ് ഹു ഫ്ലവറിങ് ടൈം ഇസ് പാസ്റ്റ്. ഇനി മുമ്പ് വിരിഞ്ഞിട്ടുള്ള ഫ്ലവർ ചെയ്തിട്ടുള്ള പൂക്കൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, സ്പ്രിങ്കിൾ വാട്ടർ ചെയ്യാം. ഓക്കെ, രണ്ടും സെയിം മീനിങ് ആണ് കേട്ടോ. ദാറ്റ് വിൽ ബി എ ബെറ്റർ ഡീഡ്. അത് നല്ല ഒരു പ്രവൃത്തിയായിരിക്കും. ബിക്കോസ് വി ഷാൽ നോട്ട് ബി വർക്കിംഗ് ഫോർ എ റിവാർഡ്. കാരണം നമ്മൾ ഒരു റിവാർഡിന് വേണ്ടി, ഒരു പ്രതിഫലനത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്. ശകുന്തള പറയാണ്, വാട്ട് എ പ്രറ്റി നോഷൻ, വാട്ട് എ ഗുഡ് ഐഡിയ എന്ന് പറയാണ്. ഷി ഡസ് സോ. എന്നിട്ട് അവർ അങ്ങനെ ചെയ്യാണ്. കിങ് ടു ഹിംസെൽഫ്. അപ്പോൾ ദുഷ്യന്ത രാജാവ് തന്നോട് തന്നെ പറയാണ്, ആൻഡ് ദിസ് ഈസ് കൻവാസ് ഡോട്ടർ. ദിസ് ഈസ് കൻവാസ് ഡോട്ടർ ശകുന്തള. അപ്പോൾ ഇതാണ് കൻവയുടെ മകൾ ശകുന്തള എന്ന് രാജാവ് സ്വയം പറയാണ്. ശകുന്തള ലുക്കിംഗ് അഹഡ്. അപ്പോൾ ശകുന്തള ഇങ്ങനെ മുന്നോട്ട് നോക്കിയിട്ട് പറയാണ്, ഓ ഗേൾസ്, ദാറ്റ് മാംഗോ ട്രീ ഈസ് ട്രൈങ് ടു ടെൽ മീ സംതിങ് വിത്ത് ഹിസ് ബ്രാഞ്ചസ് ദാറ്റ് മൂവ് ഇൻ ദ വിൻഡ് ലൈക്ക് ഫിംഗേഴ്സ്. ഓ ഗേൾസ്, ആ മാങ്ങമരം ട്രൈങ് ടു ടെൽ മീ, എന്നോട് എന്തൊക്കെയോ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. വിത്ത് ഹിസ് ബ്രാഞ്ചസ്, അതിൻ്റെ കൊമ്പുകളോടുകൂടി. ദാറ്റ് മൂവ് ഇൻ ദ വിൻഡ് ലൈക്ക് ഫിംഗേഴ്സ്, അതെന്ത് ചെയ്യുന്നുണ്ട്, കാറ്റിലിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഫിംഗേഴ്സ്, വിരലുകളെ പോലെ. ഐ മസ്റ്റ് ഗോ ആൻഡ് സീ ഹിം. ഞാൻ എന്താണ്, തീർച്ചയായിട്ടും അങ്ങോട്ട് പോയിട്ട് അത് കാണണം. ഷി ഡസ് സോ. എന്നിട്ട് അവർ അങ്ങനെ ചെയ്യാണ്. പ്രിയംവദ. അപ്പോൾ പ്രിയംവദ പറയാണ്, ദർ ശകുന്തള സ്റ്റാൻഡ് റൈറ്റ് വോ യു ആർ എ മിനിറ്റ്. ഓക്കെ, അപ്പോൾ ശകുന്തള ഇങ്ങനെ പറയുകയാണ് അല്ലേ, മാംഗോ ട്രീ എന്നോട് എന്തൊക്കെയോ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ എന്തായാലും അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ സുഹൃത്തായ പ്രിയംവദ, ദർ ശകുന്തള സ്റ്റാൻഡ് റൈറ്റ് വോ യു ആർ എ മിനിറ്റ്. ശകുന്തള നീ നിൽക്കുന്നിടത്തൊന്ന് നിൽക്കൂ എന്ന് പറയാണ്. അപ്പോൾ ശകുന്തള, വൈ, എന്തിനാണ്. പ്രിയംവദ, when I see you there, it looks as if a vine were clinging to the mango tree. നീ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ മാംഗോ ട്രീയിൽ ക്ലിങ്കിങ് ചെയ്തുകൊണ്ട് പടർന്നു പിടിക്കുന്ന ഒരു വള്ളിയെ ഞാൻ കണ്ടു. അനസൂയ. അപ്പോൾ അനസൂയ പറയാണ്, ഓ ശകുന്തള, ഹിയർ ഇസ് ദ ജാസ്മിൻ വൈൻ ദാറ്റ് യു നെയിംഡ് ലൈറ്റ് ഓഫ് ദ ഗ്രോ. ഇവിടെ നീ ഈ പൂന്തോട്ടത്തിൻ്റെ ലൈറ്റ് എന്ന് പേരിട്ടിട്ടുള്ള ജാസ്മിൻ വൈൻ, നമ്മുടെ മുല്ലപ്പൂവിൻ്റെ വള്ളി പടർന്ന് പിടിച്ചിട്ടുണ്ട്. ഷി ഹാസ് ചൂസൺ ദ മാംഗോ ട്രീ ആസ് ഹെർ ഹസ്ബൻഡ്. നീ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ മാംഗോ ട്രീ, ഈ മാവിനെ ഈ മുല്ലവള്ളിയുടെ ഹസ്ബൻഡായിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ അത് പടർന്ന് പിടിക്കുന്നുണ്ട് എന്ന് അനസൂയ പറയാണ്. അപ്പോൾ ശകുന്തള, ഐ സീ വൈ ദേ കോൾ യു ദ ഫ്ലാറ്ററർ. അപ്പോൾ ശകുന്തള പറയാണ്, ഇപ്പം എനിക്ക് മനസ്സിലായി ആളുകൾ എന്തിനാണ് നിന്നെ ഇങ്ങനെ ഫ്ലാറ്ററർ അഥവാ പുകഴ്ത്തി പറയുന്ന ആളെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായി എന്ന് പറയാണ്. അപ്പോൾ രാജാവ് ഇങ്ങനെ കരുതാണ്, ബട്ട് ദ ഫ്ലാറ്ററി ഈസ് ട്രൂ. പക്ഷേ പുകഴ്ത്തൽ ശരിയാണ്, യാഥാർത്ഥ്യമാണ്. ഹെർ ആംസ് ആർ ടെൻഡർ ഷൂട്ട്സ്. അവളുടെ കൈകൾ വളരെ മൃദുവായതാണ്. ഹെർ ലിപ്സ് ആർ ബ്ലോസംസ് റെഡ് ആൻഡ് വാം. അവളുടെ ചുണ്ടുകൾ പൂക്കളെപ്പോലെ, ബ്ലോസംസിനെ പോലെ റെഡായതും വാം ചെറിയ രീതിയിൽ ചൂടുള്ളതുമായതാണ്. ബ്യൂച്ചിങ് യൂത്ത് ബിഗിൻസ് ടു ഫ്ലവർ.
ബിവിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വശ്യമായിട്ടുള്ള. യൂത്ത്, അവളുടെ യുവത്വം. ബിഗിൻസ് ടു ഫ്ലവർ, അത് പൂവിടാൻ തുടങ്ങിയിരിക്കുന്നു. ഇൻ ബ്യൂട്ടി ഓൺ ഹെർ ഫോം. ഇൻ ബ്യൂട്ടി ഓൺ ഹെർ ഫോം എന്ന് പറഞ്ഞാൽ, ഫോം എന്ന് പറഞ്ഞാൽ അവളുടെ ശരീരം എന്നാണ് അർത്ഥം. അപ്പോൾ അവളുടെ ശരീരത്തിൽ ബ്യൂട്ടി, ഭംഗി പൂവിടാൻ തുടങ്ങിയിരിക്കുന്നു. ശകുന്തള അപ്രോച്ചസ് ആൻഡ് ലുക്സ് അറ്റ് ഇറ്റ് ജോയ്ഫുള്ളി. അപ്പോൾ ഈ മുല്ലമുട്ടിൻ്റെ അഥവാ മുല്ലയുടെ വള്ളി മാവിനെ ഇങ്ങനെ ക്ലിഞ്ചിങ് ചെയ്തിരിക്കുന്നത് കണ്ടിട്ട് അതിനെ നോക്കി സന്തോഷത്തോടു കൂടി ശകുന്തള പറയാണ്, വാട്ട് എ പ്രെറ്റി പെയർ ദേ മേക്ക്. അവരെന്ത് നല്ല ജോഡിയാണ്. ദ ജാസ്മിൻ ഷോസ് ഹെർ യൂത്ത് ഇൻ ഹെർ ഫ്രഷ് ഫ്ലവേഴ്സ്. ജാസ്മിൻ, മുല്ല അതിൻ്റെ പൂക്കളിലൂടെ, അതിൻ്റെ പൂക്കളിലുള്ള യുവത്വം കാണിക്കുന്നു. ആൻഡ് ദ മാംഗോ ട്രീ ഷോസ് ഹിസ് സ്ട്രെങ്ത് ആൻഡ് ഹിസ് റൈപ്പനിങ് ഫ്രൂട്ട്. അതേപോലെ മാവ് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സ്ട്രെങ്ത്, അതിൻ്റെ ശക്തി കാണിക്കുന്നുണ്ട്. ഇൻ ഹിസ് റൈപ്പനിങ് ഫ്രൂട്ട്, അതിൻ്റെ പഴുക്കാൻ പാകമായിട്ടുള്ള ഫ്രൂട്ടിൽ അതിൻ്റെ ശക്തിയും മാവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു പ്രണയമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ വളരെ ഭംഗിയുള്ള പൂക്കളിലൂടെ ജാസ്മിൻ അതിൻ്റെ യുവത്വം കാണിക്കുകയും അതേപോലെ മാവ് അതിൻ്റെ പഴുക്കാനായ പഴത്തിലൂടെ അതിൻ്റെ സ്ട്രെങ്ത്തും കാണിക്കുന്നു എന്നാണ് പറയുന്നത്. Anasuya, look Shakuntala, here is a spring creeper that Father Kanva tended with his own hands just as he did you. You're forgetting her. അപ്പം അനസൂയ പറയാണ്, നോക്കൂ ശകുന്തള, ഇവിടെ കൻവ മഹർഷി നിന്നെ നോക്കിയതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് പരിചരിച്ച സ്പ്രിംഗ് ക്രീപ്പർ അഥവാ വസന്തമലരി എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വളരുന്നുണ്ട്. നീ അവളെ മറന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശകുന്തള ഗോസ് ടു ദ ക്രീപ്പർ ആൻഡ് ലുക്സ് അറ്റ് ഇറ്റ് ജോയ്ഫുള്ളി. അപ്പോൾ ശകുന്തള ആ ഒരു ക്രീപ്പറിൻ്റെ അടുത്തോട്ട് പോയിട്ട് അതിനെ എങ്ങനെ സന്തോഷപൂർവ്വം നോക്കുകയാണ്. വണ്ടർഫുൾ വണ്ടർഫുൾ പ്രിയംവദ, ഐ ഹാവ് സംതിങ് പ്ലസൻറ്റ് ടു ടെൽ യു. നന്നായി പ്രിയംവദ, എനിക്ക് നല്ല സന്തോഷമുള്ളൊരു കാര്യം നിൻ്റെ അടുത്ത് പറയാനുണ്ട് പ്രിയംവദ. അപ്പോൾ പ്രിയംവദ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ഇറ്റ് ഡിയർ, എന്താണത്? ശകുന്തള, ഇറ്റ്സ് ഔട്ട് ഓഫ് സീസൺ ബട്ട് ദി സ്പ്രിംഗ് ക്രീപ്പർ ഇസ് കവേർഡ് വിത്ത് ബഡ്സ് ഡൗൺ ടു ദി വെരി റൂട്ട്. ഇതിപ്പോൾ എന്താണ്, സീസണൊന്നും അല്ല, എന്നിട്ടും സ്പ്രിംഗ് ക്രീപ്പർ അതിൻ്റെ ചുവട മുതൽ അതിൻ്റെ റൂട്ട് വരെ അതിപ്പോൾ പൂത്ത് നിൽക്കുകയാണ്. ഇത് സീസണൊന്നും അല്ലല്ലോ എന്ന് ശകുന്തള പറയാണ്. ദ ടു ഫ്രണ്ട്സ് റണ്ണിങ് അപ്പ് റിയലി. അപ്പോൾ പ്രിയംവദിയും നമ്മുടെ അനസൂയയും ഓടി വന്നിട്ട് റിയലി, ശരിക്കും എന്ന് ചോദിക്കും. ശകുന്തള, ഓഫ് കോഴ്സ്, ക്യാൻ യു സീ. അപ്പോൾ ശകുന്തള മറുപടി പറയാണ്, തീർച്ചയായിട്ടും, എനിക്ക് കാണാൻ പറ്റുന്നില്ലേ. അപ്പോൾ പ്രിയംവദ ലുക്കിംഗ് അറ്റ് ഇറ്റ് ജോയ്ഫുള്ളി. പ്രിയംവദ ഒരു പൂവിലേക്ക് സന്തോഷപൂർവ്വം നോക്കിയിട്ട് അതിനോട് പറയാണ്, ആൻഡ് ഐ ഹാവ് സംതിങ് പ്ലസൻറ്റ് ടു ടെൽ യു. എനിക്ക് നിന്നോട് സന്തോഷമുള്ള ഒരു കാര്യം പറയാനുണ്ട്. യു ആർ ടു ബി മാരീഡ് സൂൺ. നീ ഉടനെ തന്നെ വിവാഹം കഴിക്കാൻ പോവുകയാണ്, വിവാഹിതയാവാൻ പോവുകയാണെന്ന് ആ പൂവിനോട് പറയാണ്. അപ്പോൾ അനസൂയ പറയാണ്, പ്രിയംവദ, ദാറ്റ്സ് വൈ ശകുന്തള വാട്ടേഴ്സ് ദ സ്പ്രിംഗ് ക്രീപ്പർ സോ ലവിംഗ്ലി. അപ്പോൾ പ്രിയംവദെ, അതുകൊണ്ടാണ് ശകുന്തള ഈ സ്പ്രിംഗ് ക്രീപ്പറിനെ വളരെ ലവ്വിംഗ്ലി, വളരെ സ്നേഹത്തോടു കൂടി വാട്ടർ ചെയ്യുന്നത് എന്ന് പറയാണ്. അപ്പോൾ ശകുന്തള, ഷീ ഈസ് മൈ സിസ്റ്റർ, അവൾ എൻ്റെ സിസ്റ്ററാണ്. വൈ ഷുഡൻ ഐ ഗീവ് ഹർ വാട്ടർ. ഞാൻ പിന്നെ എന്തുകൊണ്ട് അവൾക്ക് വെള്ളം കൊടുത്തുകൂടാ. ഷി ടിപ്സ് ഹർ വാട്ടറിംഗ് പോട്ട്. അപ്പോൾ അവളിങ്ങനെ അവളുടെ വെള്ളത്തിൻ്റെ കലം ഇങ്ങനെ ആ ഒരു പൂവിന് നേരെ ഇങ്ങനെ ചരിച്ചു വെക്കുകയാണ്. ഇനി ലാസ്റ്റിലെ ഭാഗമാണ് ദ ബി അറ്റാക്സ്. ഇത് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ള പല സ്റ്റോറീസിലൊക്കെ കേട്ട ഒരു ഭാഗമായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് സിനിമകളിലൊക്കെ പറയപ്പെടാറുള്ള ഒരു സീനാണത്. ശകുന്തള പറയാണ്, ഓ എ ബി ഹാസ് ലെഫ്റ്റ് ദ ജാസ്മിൻ വൈൻ ആൻഡ് ഇസ് ഫ്ലൈങ് ഇൻ ടു മൈ ഫേസ്. ഈ ജാസ്മിൻ വൈൻ നിന്നിട്ട് പുറത്തോട്ട് വന്നിട്ടുള്ള ഒരു വണ്ട്, ഒരു തേനീച്ച എൻ്റെ മുഖത്തോട്ട് പറന്നു വരുന്നുണ്ട്. ഷീ അപ്പിയേഴ്സ് അനോയിഡ് ബൈ ദ ബി. അപ്പോൾ ശകുന്തള ഇങ്ങനെ ഈ ഒരു ബി കാരണം ഇങ്ങനെ അനോയിഡ് ആയിട്ട് ശല്യപ്പെട്ട രീതിയിലാണ് കാണപ്പെടുന്നത്. ഓ ഗേൾസ് സേവ് മീ ഫ്രം ദിസ് ഡ്രെഡ്ഫുൾ ബി. അപ്പോൾ ശകുന്തള ഇങ്ങനെ സുഹൃത്തുക്കളായിട്ടുള്ള അനസൂയൻ്റെ അടുത്തും പ്രിയംവദനോടും പറയാണ്, ഓ ഗേൾസ് സേവ് മീ ഫ്രം ദിസ് ഡ്രെഡ്ഫുൾ ബി. ഈ ഭയങ്കരമായിട്ടുള്ള ബിയിൽ നിന്ന് എന്നെ രക്ഷിക്കൂ. അപ്പോൾ അനസൂയ ആൻഡ് പ്രിയംവദ സ്മൈലിംഗ്, അവരിങ്ങനെ ചിരിച്ചുകൊണ്ട് പറയാണ്, ഹൂ ആർ വി ടു സേവ് യു. നിന്നെ സംരക്ഷിക്കാൻ ഞങ്ങൾ ആരാണ്. കോൾ അപ്പോൺ കിങ് ദുഷ്യന്ത മഹാരാജാവിനെ വിളിക്കൂ. ഹീ ഈസ് ദ പ്രൊട്ടക്ടർ ഓഫ് ദ ഗ്രോവ്. ആ രാജാവാണ് ഈ ഒരു പൂന്തോട്ടത്തിൻ്റെ കാവൽക്കാരൻ, അല്ലെങ്കിൽ അതിൻ്റെ സംരക്ഷകൻ അദ്ദേഹമാണ്. അഥവാ അദ്ദേഹത്തിൻ്റെ ടെറിട്ടറിയിലുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു പൂന്തോട്ടം. അപ്പോൾ അവരെ വിളിച്ചോളൂ എന്നിങ്ങനെ തമാശ രൂപേണ പറയുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ പൂർവികർ, ആൻസിസ്റ്റേഴ്സ് എങ്ങനെയാണ് അവരുടെ പ്രകൃതിയുമായിട്ടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു എന്നൊക്കെയുള്ളത് ഈ ഒരു ഡ്രാമയിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.